ഇന്ത്യ റഫേൽ കരാർ ഒപ്പിട്ടതിന് പ്രത്യുപകാരമായി അനിൽ അംബാനിയുടെ നികുതി കുടിശ്ശികയിൽ ഫ്രാൻസ് ഇളവ് നൽകി. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രഞ്ച് കമ്പനിക്കാണ് 151 മില്യൺ യൂറോയുടെ നികുതി ഇളവ് ലഭിച്ചത്. ലെമോണ്ടെ എന്ന ഫ്രഞ്ച് മാധ്യമം വാർത്ത പുറത്തുവിട്ടു. രാജ്യത്തിന്റെ പൊതുപണം റഫേൽ വാങ്ങാൻ മോദി ചെലവഴിച്ചത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് തെളിഞ്ഞതായി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും ടെലികമ്മ്യൂണിക്കേഷൻസ് കേബിളുകൾ ഇടാനായി അനിൽ അംബാനി ഫ്രാൻസിൽ സ്ഥാപിച്ച റിലയൻസ് ഫ്ലാഗ് അറ്റ്ലാന്റിക് എന്ന സ്ഥാപനമാണ് വൻ നികുതി വെട്ടിപ്പ് ഫ്രാൻസിൽ നടത്തിയത്. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ $60 മില്യൺ വെട്ടിപ്പ് ഫ്രാൻസ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്ന് 7.6 മില്യൺ അടയ്ക്കാമെന്ന് അനിൽ അറിയിച്ചെങ്കിലും ഫ്രാൻസ് ഇത് നിരസിച്ചു. തുടർന്ന് വീണ്ടും നടത്തിയ പരിശോധനയിൽ 91 മില്യൺ യൂറോയുടെ തട്ടിപ്പ് കൂടി തെളിഞ്ഞു. ഇതോടെ 151 മില്യൺ തുക ഫ്രഞ്ച് സർക്കാരിലേക്ക് അനിൽ അംബാനി അടയ്ക്കേണ്ട സ്ഥിതിയായി. ഇതിനിടയിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ ചർച്ചകൾ പുരോഗമിച്ചത്. 2015 ഏപ്രിൽ പാരീസിലെത്തിയ നരേന്ദ്രമോദി റഫാൽ കരാർ പ്രഖ്യാപിച്ചതോടെ അംബാനിക്ക് നികുതി വെട്ടിപ്പ് കേസിലും ഇളവ് ലഭിച്ചു. കരാർ സംബന്ധിച്ച് ചർച്ച നടന്ന 2015 ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ അനിലിന്റെ നികുതി ഇളവിലും ഫ്രാൻസ് ധാരണയിലെത്തി. 36 വിമാനങ്ങൾ വാങ്ങാൻ $7.9 ബില്യൺ കരാറിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒപ്പിട്ടതിനു പിന്നാലെ അനിൽ അംബാനിയുടെ 151 മില്യൺ യൂറോയുടെ നികുതി വെട്ടിപ്പ് കേസ് ഫ്രാൻസ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കരാർ പ്രാബല്യത്തിലായി 6 മാസത്തിനു ശേഷം 143.7 മില്യൺ യൂറോയുടെ ഇളവ് നൽകി. ബാക്കി വരുന്ന 7.3 മില്യൺ അടച്ച് കേസിൽ നിന്നും അനിൽ അംബാനി രക്ഷപ്പെട്ടു. റഫാൽ കരാറിന് പ്രത്യുപകാരമായാണ് അംബാനിക്ക് ഫ്രാൻസ് നികുതി ഇളവ് നൽകിയതെന്ന് വാർത്ത പുറത്തുവിട്ട ഫ്രഞ്ച് പത്രമായ ലെ മോണ്ടെ ചൂണ്ടിക്കാട്ടുന്നു. 2015 വരെ തുക അടയ്ക്കാൻ അനിൽ അംബാനിയിൽ സമ്മർദ്ദം ചെലുത്തിയ ഫ്രാൻസ് റഫാൽ കരാറുകൾ വന്നതോടെ നികുതി ഇളവ് നൽകിയത് മോദിയുടെ സമ്മർദ്ദം മൂലമാണെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. അംബാനിയെ കരാറിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണെന്ന് നേരത്തെ ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരുന്നു. റഫാലിന്റെ പശ്ചാത്തലത്തിൽ അംബാനിക്ക് നൽകിയ നികുതി ഇളവിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിലെ അഴിമതി വിരുദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഷേർപ്പ എന്ന NGOയും ദേശീയ ഫിനാൻസ് വിഭാഗത്തിന് കത്തു നൽകി. റഫാൽ വിമാനത്തിന് ആവശ്യമായതിലും കൂടുതൽ വില മോദി നൽകിയത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായതായി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് BJP വിശ്വാസം മുഖ്യ പ്രചരണായുധമാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. ഇക്കാര്യം വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്നും ഇന്നലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത BJP റാലിയിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ വെല്ലുവിളി പ്രസംഗം. മതവും വിശ്വാസവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ കാറ്റിൽ പറത്തുകയായിരുന്നു ശ്രീധരൻപിള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലും വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു മുഖ്യ വിഷയം. അതേസമയം BJPയുടെ വർഗീയ പ്രചാരണങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ലെന്ന് LDF കൺവീനർ A വിജയരാഘവൻ പറഞ്ഞു. നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവിത വിഷയങ്ങളിൽ ഊന്നിയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തീവ്ര വർഗീയതയുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനവും നൽകാൻ പാടില്ലെന്നുമുള്ള ഇടതുപക്ഷ സന്ദേശം നല്ല നിലയിൽ കേരളം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ BJPക്ക് വലിയ പ്രയാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ BJPക്ക് കിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പിന്നോക്കം പോയ സാഹചര്യത്തിലാണ് തീവ്ര വർഗീയ കാർഡിറക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനും BJP ശ്രമിക്കുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് ചട്ടലംഘനമെന്നും ടിക്കാറാം മീണ പ്രതികരിച്ചു. മാതൃക പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വോട്ട് ചോദിക്കാൻ പാടില്ല. കൂടാതെ ഈ 4 അടിസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ അപ്പീൽ ചെയ്യാൻ പാടില്ല. കൂടാതെ സെക്ഷൻ 123 ഓഫ് ദി റിപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് കറപ്റ്റ് പ്രാക്ടീസായിട്ട് കണക്കാക്കും. കറപ്റ്റ് പ്രാക്ടീസേഴ്സ് ആണ് ഈ കാര്യങ്ങൾ ഈ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ
ഏത് രീതിയിൽ അവർ ഇത് പറയുകയാണ് അത് ഞങ്ങൾ നോക്കാം. നോക്കിയിട്ട് ആരെങ്കിലും ലംഘനം ചെയ്താൽ, നിയമലംഘനം ചെയ്താൽ ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും നടപടി വരും. ഈ സമിതി ആരാണ്, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ മതത്തിൻ്റെ എന്തെങ്കിലും ദുരുപയോഗം അവർ ചെയ്യുന്നുണ്ടോ, വായിച്ച പ്രൊവിഷൻസ് അനുസരിച്ച് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ വിവിധ വകുപ്പുകളും കൂടാതെ ഇന്ത്യൻ പൈനൽ കോഡിൻ്റെ വിവിധ വകുപ്പുകൾ വെച്ച് അത് വായിച്ചിട്ട് ഏത് വകുപ്പ് അനുസരിച്ച് ഇത് ഒഫൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നടപടി വരും. MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ ചാനൽ സംഘത്തിന്റെ മൊഴിയെടുത്തു. അന്വേഷണ സംഘം ദില്ലിയിലെത്തിയാണ് മൊഴിയെടുത്തത്. TV9 ഭാരത് വർഷയിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. MK രാഘവന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ചാനൽ സംഘത്തിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തിയാണ് TV9 ഭാരത് വർഷ ചാനൽ സംഘത്തിന്റെ മൊഴിയെടുത്തത്. ചാനൽ പുറത്തുവിട്ട സംഭാഷണത്തിന്റെ ഒറിജിനൽ ഫുട്ടേജുകളും സംഘം ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കയക്കും. തന്റെ ശബ്ദം ഡബ്ബ് ചെയ്തു കയറ്റിയതാണെന്ന് രാഘവൻ ആരോപിച്ചിരുന്നു. കോഴിക്കോട്ട് വ്യവസായ സംരംഭത്തിനായി 15 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടാണ് ചാനൽ സംഘം രാഘവനെ സമീപിച്ചത്. കമ്മീഷനായി 5 കോടി രൂപ നൽകാമെന്നും ഇവർ പറഞ്ഞു. സംഭാഷണവും ദൃശ്യങ്ങളും ഒളിക്യാമറയിൽ പകർത്തിയ സംഘം വാർത്ത പുറത്തുവിട്ടതോടെയാണ് രാഘവൻ വെട്ടിലായത്. കോഴിക്കോട്ടെ SCP വാഹിദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് LDF നൽകിയ പരാതി അന്വേഷിക്കുന്നത്. സംഘം MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ തുടർന്ന് AICC തിരുവനന്തപുരത്ത് നിരീക്ഷകരെ നിയോഗിച്ചു. നാനാ പട്ടോളെ പാർട്ടി നിരീക്ഷകനായി തിരുവനന്തപുരത്തെത്തും. BJP MP ആയിരുന്ന നാനാ പട്ടോളെ കഴിഞ്ഞ ജനുവരിയിലാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇയാളാണ് പാർട്ടി നിരീക്ഷകനായി എത്തുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷകനെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാനാ പട്ടോളെയാണ് നിരീക്ഷകനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ തിരുവനന്തപുരത്തെത്തും. മണ്ഡലത്തിൽ പ്രചാരണത്തിൽ പാർട്ടിയിൽ നിന്നും സഹകരണമില്ലെന്നും പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും ചൂണ്ടിക്കാട്ടി ശശി തരൂർ നൽകിയ പരാതിയിലാണ് നടപടി. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടോളയെ നിരീക്ഷകനായി നിയമിച്ചത്. മുൻ BJP MP കൂടിയാണ് നാനാ ഫൽഗുൻ റാവു പട്ടോളെ. മഹാരാഷ്ട്രയിലെ ബന്ദാര ഗോണ്ടിയ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള BJP MP ആയിരുന്നു അദ്ദേഹം. BJP നേതാവ് നിതിൻ ഗഡ്കരിയുടെ അടുത്ത അനുയായിയായിരുന്ന നാനാ പട്ടോളെ 2018 ജനുവരിയിലാണ് BJPയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നത്. ഇത്തവണ നാഗ്പൂർ മണ്ഡലത്തിൽ നിതിൻ ഗഡ്കരിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാനാ പട്ടോളെ മത്സരിക്കുന്നുണ്ട്. പ്രവർത്തനം താഴെത്തട്ടിൽ ഊർജ്ജസ്വലമായി നടക്കുന്നില്ലെന്നും വാഹന പര്യടനത്തിന് പോലും നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നും തരൂർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ തരത്തിൽ മുന്നോട്ടു പോയാൽ തെരഞ്ഞെടുപ്പ് ഫലം ആശങ്കയുണ്ടാക്കിയേക്കുമെന്നും ശശി തരൂർ സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 20 മണ്ഡലങ്ങളിലെയും UDF പ്രചാരണത്തിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും ശശി തരൂർ പരാതിയൊന്നും തന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾക്കു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും മുല്ലപ്പള്ളി പ്രതികരിച്ചു. 4 ദിവസം മുമ്പേ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ശശി തരൂരിനെ ഞാൻ വിളിപ്പിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങളുടെ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചത്. അത്തരം ഒരു പരാതി ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിച്ചില്ല എന്നതാണ് സത്യം. ഇന്ന് ഞാൻ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോവാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പൊ ആദ്യമായിട്ട് പോകുന്നത്. 1 or 2 പരിപാടികൾ കഴിഞ്ഞ ശേഷം ആറ്റിങ്ങലേക്ക് ഞാൻ പോകും. അദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണും. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകിയോ എന്റെ മുമ്പാകിയോ അദ്ദേഹം ഉയർത്തിയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വർദ്ധിത ഭൂരിപക്ഷത്തോട് തന്നെ ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് കാണാം. വയനാട്ടിലെ NTA LDF സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാനോ പ്രചരണ സ്ഥലത്ത് അക്രമമുണ്ടാക്കാനോ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്ക് ഗൺമാനെ നിയോഗിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീറിനെയും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തട്ടിക്കൊണ്ടുപോവുകയോ പ്രചരണ സ്ഥലത്ത് അക്രമം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം ഇന്നലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും ഒരു ഗൺമാന്റെ സുരക്ഷ ഏർപ്പെടുത്താനാണ് തീരുമാനം. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്കായി ഇതിനോടകം ഒരു ഗൺമാനെ നൽകി കഴിഞ്ഞു.
വനാതിർത്തിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തുമ്പോൾ അതത് പോലീസ് സ്റ്റേഷനുകൾ സുരക്ഷ നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ സാഹചര്യത്തിൽ 2 കക്ഷിരഹിത സ്ഥാനാർത്ഥികളും ഗൺമാനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു. ഇതിനിടെ ജില്ലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തിരുനെല്ലി ആശ്രമം സ്കൂൾ പരിസരത്താണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങൾ ബദലല്ലെന്നും ജനകീയ അധികാരത്തിനായി ആയുധമേന്തണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. മാവോയിസ്റ്റ് സംഘം സമീപത്തെ വീടുകളിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രദേശത്ത് പോലീസ് തണ്ടർബോൾട്ട് സംയുക്ത തെരച്ചിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, വയനാട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നു പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുകയായിരുന്നു. സംസ്കാരം നാളെ എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ നടക്കും. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ. ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ട പോൾ സാറിനെ കാണാൻ നിരവധി പേരാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ആശുപത്രിയിലും പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും എത്തിയത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. കൈലി ടിവിക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബട്ടാസും ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം കുറവൻകോണത്തെ മമ്മീസ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ വൈകിട്ട് 4 മണിക്ക് ഡോക്ടർ ഡി ബാബു പോളിന്റെ നാടായ എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടിയിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് യാക്കോബായ പള്ളിയിൽ സംസ്കരിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചു. 21 വയസ്സിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ബാബു പോൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായും KSRTC MD ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡി ബാബു പോൾ. ശരിതെറ്റുകൾ അത് എത്ര വലുതായാലും ഏത് ഉന്നതർക്ക് മുന്നിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സാധാരണക്കാരോടുള്ള ബാബു പോളിന്റെ സമീപനമായിരുന്നു മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ചിരോത്തോട്ടം PA പൗലോസ് കോർപ്പിസ്കോപ്പിയുടെയും മേരി പോളിന്റെയും മകനായി 1941 ജനനം. കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെ പഠനം. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1964 IASൽ പ്രവേശിച്ചു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 1975 വരെ ജില്ലാ കളക്ടറായിരുന്നു. വല്ലാർപാടം പദ്ധതിക്ക് ഹരിശ്രീ കുറിച്ചപ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചു. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ പ്രവർത്തിച്ചു. കഥ ഇതുവരെ, സംഭവാമി യുഗേ യുഗേ, പള്ളിക്കെന്തിന് പള്ളിക്കൂടം, ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദരത്നാകരം, ക്രെംലിൻ ബെർലിൻ, നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദരത്നാകരം 2000 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെനാൾ അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന ബാബു പോൾ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദാനം മഹത് കർമ്മമാണെന്നും അത് നഗരസഭയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം പോലെ വേണ്ടാത്തത് ഒഴിവാക്കലല്ലെന്നും ബാബു പോൾ തന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഓർമ്മിപ്പിച്ചിരുന്നു. പിറന്നാളിന് സദ്യയൊരുക്കി മിച്ചം വരുന്നത് അനാഥാലയത്തിൽ കൊടുക്കുന്നതും തടിവയ്ക്കുമ്പോൾ ചേരാതെ വരുന്ന ഷർട്ട് ദാനം ചെയ്യുന്നതും ദാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിറന്നാളിന് അനാഥാലയത്തിൽ അനാഥർക്കൊപ്പം സദ്യ ഉണ്ണുമ്പോഴേ അത് ദാനമാകൂ, അല്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം സദ്യ കഴിക്കുമ്പോഴോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അന്യർക്ക് നൽകുമ്പോഴോ അത് ദാനമാകൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശരിതെറ്റുകൾ അതെന്തായാലും ആരെയും കൂസാതെ വിളിച്ചു പറയാൻ ബാബു പോൾ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് എത്ര ഉന്നതരായാലും. ബാബു പോൾ ഓർമ്മയാകുമ്പോൾ അത് സാംസ്കാരിക ഭരണരംഗങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാബു പോളിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനെയാണ് ബാബു പോളിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക മുഖമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാമൂഹിക പ്രതിബദ്ധതയോടെ സർവീസിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിനായി. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന ബാബു പോളിന്റെ നിര്യാണം കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു.